ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് ഇന്ന് എക്സാം ആണ്, ഫസ്റ്റ് ലെസന്റെ എക്സാം ആണ് അല്ലേ? എല്ലാ കുട്ടികളും റെഡി ആയിട്ടുണ്ടാവുന്ന മിസ് കരുതുന്നു. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാരും റെഡി ആണല്ലോ അല്ലേ? മിസ് പറയുന്നത് ക്ലിയർ ഇല്ല. മുഹമ്മദിന് ക്ലിയർ ഇല്ലേ മോനെ? മുഹമ്മദ് ലിസൺ ഹിയർ. അപ്പൊ നല്ല ക്ലിയർ ഉണ്ടാവും. മിസ് പറയുന്നത് മനസ്സിലാവുന്നു. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ മുഹമ്മദ്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണ്ട, ആൻസർ എഴുതിയാൽ മതി. കാരണം നമുക്ക് ടൈം കുറച്ചേ ഉണ്ടാവൂ. അതുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് ആദ്യത്തെ അർത്ഥം എഴുതുകയാണ്. ഫസ്റ്റ് റോമൻ ലെറ്റർ ഇട്ടിട്ട് അർത്ഥം എഴുതുകാന്ന് എഴുതുക. അർത്ഥം എഴുതുകാന്ന് എഴുതണ്ട, അർത്ഥം എഴുതുക. അതിൽ ഒന്നാമത്തെ ഞാൻ ചോദിക്കുന്നത് ദുഗ്ധം. ദുഗ്ധം എന്നുള്ള വേർഡിന്റെ അർത്ഥം എഴുതണം. ദുഗ്ധം, ദുഗ്ധം അർത്ഥം എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതില് ദുഗ്ധം, ദുഗ്ധം എന്ന വേർഡിന്റെ അർത്ഥം എഴുതണം. കുറെ കുട്ടികൾ നമുക്ക് വരാനുണ്ട് അത്ര. എഴുതിയോ? ദുഗ്ധം. മുഹമ്മദിന് കേൾക്കുന്നുണ്ടല്ലോ? മുഹമ്മദേ ഇപ്പം കേൾക്കുന്നുണ്ട്. അബ്ദുൽ കേൾക്കുന്നുണ്ടല്ലോ മോനെ? കാണുന്നില്ലെങ്കിലും അബ്ദുൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ദുഗ്ധം എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ഹൃദ്യം. ശ്രദ്ധിക്കണം, ഹൃദ്യം. ഹൃദ്യം എന്ന വേർഡിന്റെ മീനിങ് എഴുതണം. ഹൃദ്യം. ആരും എഴുതി നോക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാരും പഠിച്ചിട്ടുണ്ടാവുന്ന മിസ്സിന് അറിയാം. ഹൃദ്യം എഴുതിയോ എഡ്വിൻ? നല്ല കുട്ടി എഴുതണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഹൃദ്യം. ഓക്കെ, ലക്ഷ്മിപ്രിയ എഴുതിയോ? അപ്പൊ ഹൃദ്യം. നെക്സ്റ്റ് ശീകരം. ശീകരം, ശീകരം എന്ന വേർഡിന്റെ മീനിങ് എഴുതണം. എന്താ എഡ്വിനൊരു ഡൗട്ട്? കുറെ ദിവസമായി മിസ്സേ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞല്ലേ അല്ലേ എഡ്വിൻ? ഓക്കെ, മുഹമ്മദ് റിഹാൻ എഴുതിയോ? ശീകരം. അപ്പൊ ഒന്നാമത്തത് ദുഗ്ധം, രണ്ടാമത്തത് ഹൃദ്യം, മൂന്നാമത്തെ ശീകരം, നാലാമത്തത് ശീകരം. എഴുതി കഴിഞ്ഞോ? ഫിനിഷ് ആവരൊന്ന് കൈ കാണിച്ച്. തമ്പ് കാണിച്ചാൽ മതി. ഓക്കെ, റഫ് ബുക്കിലോ ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മലയാളം ബുക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലോ എഴുതുക. ഓക്കെ, അർത്ഥം എഴുതുക. അർത്ഥം എഴുതുകയില് ഫസ്റ്റ് വൺ ദുഗ്ധം. ദുഗ്ധം എന്ന വേർഡിന്റെ മീനിങ് എഴുതണം. രണ്ടാമത്തത് ഹൃദ്യം. ഹൃദ്യം എന്ന വേർഡിന്റെ അർത്ഥം എഴുതണം. ഹൃദ്യം. നെക്സ്റ്റ് ശീകരം. ശീകരം എന്ന വേർഡിന്റെ അർത്ഥം എഴുതണം. ഓക്കെ, മൂന്നെണ്ണേ പറഞ്ഞുള്ളൂ. അപ്പൊ ദുഗ്ധം, ഹൃദ്യം, ശീകരം. നെക്സ്റ്റ് വൺ താര്. താര് അർത്ഥം എഴുതണം. താരിന്റെ താര്. താര് എഴുതി. താര് ഒരു 10 പറയണം. എഴുതിയോ?
ഏഞ്ചലൊന്നും വന്നിട്ടുണ്ടോ? ഏഞ്ചല് കുറെ പേര് വരാണ്ടല്ലോ. അപ്പൊ താര് 4 എണ്ണായില്ലേ? താര് മിസ് ഒരു 5 എണ്ണം ഇട് മിസ്സേ. 5 എണ്ണം ഇട്. 5 എണ്ണം ഇടണോ? ഓക്കെ. അല്ലെങ്കിൽ ഫുൾ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ ധാത്രി. അർത്ഥം എഴുതുകയാണ് ഫസ്റ്റില്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദുഗ്ധം. നെക്സ്റ്റ് വൺ മിസ് അത് കൃത്യം. 2 എണ്ണം ഉണ്ട്, അത് എഴുതണോ? 2 എഴുതണം. ധാത്രി ഇല്ല, 1 എഴുതിയാലും മതി. 2 എഴുതുന്ന 2 എഴുതിക്കോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് മുഹമ്മദ് പഠിച്ചിട്ടുണ്ട്. മിസ്സേ യെസ്, പറഞ്ഞോളൂ മുഹമ്മദ്. ഓക്കെ, കഴിഞ്ഞോ മുഹമ്മദ് റിഹാൻ? കഴിഞ്ഞോ? മിസ്സേ ക്ലിയർ ഇല്ല. എന്തൊക്കെയാ പറഞ്ഞതെന്ന് മനസ്സിലായോ? ദുഗ്ധം, ഹൃദ്യം. രണ്ടാമത്തെ ഹൃദ്യം എന്ന വാക്കിൻ്റെത് എഴുതണം. മൂന്നാമത്തത് ശീകരം, ഹൃദ്യം. നെക്സ്റ്റ് വൺ ശീകരം. നാലാമത്തത് താര്. അത് കഴിഞ്ഞു. പിന്നെ നമ്മള് പറഞ്ഞ ധാത്രി. ധാത്രി എഴുതിയോ? ഒന്നുകൂടി പറയണം. ക്ലിയർ ഇല്ല. ദുഗ്ധം ആദ്യത്തെ അർത്ഥം എഴുതാൻ. ദുഗ്ധം. ധാത്രി കഴിഞ്ഞാല് നെക്സ്റ്റ് വൺ എന്താണ്? ഹൃദ്യം. ഹൃദ്യം കഴിഞ്ഞിട്ട് ശീകരം. ശീകരം കഴിഞ്ഞിട്ട് താര്. താര് കഴിഞ്ഞിട്ട് ധാത്രി. ധാത്രി കഴിഞ്ഞാൽ ഒന്നും കൂടി ഉണ്ട്, ഹൃത്ത്. 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 ഒന്നും പഠിച്ചിട്ടില്ലേ? ഹൃദ്യം കഴിഞ്ഞാല് ശീകരം. അപ്പൊ നമ്മള് 1 2 3 4 5 6 6 കിട്ടും. 6 എണ്ണത്തിന് 3 മാർക്ക്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അര മാർക്കാണ്. അപ്പൊ 6 എണ്ണം എഴുതി. 6 എണ്ണം ശരിയായവർക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക്. നെക്സ്റ്റ് വൺ പര്യായം. പര്യായം എഴുതാനാണ്. അതിന് 6 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 6 എണ്ണം. എന്താ നിങ്ങൾക്ക് ഡൗട്ട്? ശീകരം എന്താ ഡൗട്ട്? ഗ്രേസ് ശീകരം കഴിഞ്ഞിട്ട് രാത്രി. അത് നിങ്ങളെ സൗണ്ട് വരുന്നോണ്ടാണ്. രാത്രി കഴിഞ്ഞാല് താര്. ഗ്രേസ്, നമ്മളെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഹെഡിങ് കൊടുക്കണോ? പര്യായം കൊടുക്കൊന്നും വേണ്ട, നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഒന്നാമത്തെ ഒന്നും കൂടി പറയാം, അർത്ഥം ശ്രദ്ധിക്കണം. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്. ആദ്യത്തെ അർത്ഥം എഴുതുകയാണ്. അതിൽ 1 എന്ത്? ദുഗ്ധം. 2 ഹൃദ്യം. 3 ശീകരം. 4 ഏതാ പറഞ്ഞേ? വെള്ളത്തുള്ളി അല്ല താരി. താര്. താര് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ധാത്രി. ധാത്രി അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഏതാ പറഞ്ഞേ? ഹൃത്ത് അല്ലേ? 6 എണ്ണാന്ന് പറഞ്ഞത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഗ്രേസ് എഴുതുന്നുണ്ടോ മോളെ? ഗ്രേസ് അൺമ്യൂട്ട് ചെയ്തേ മോളെ. എഴുതുന്നുണ്ടോ ഗ്രേസ്? ടേക്ക് യുവർ റഫ് ബുക്ക്. ഓക്കെ, അപ്പോ
നെക്സ്റ്റ് പര്യായം. ആദ്യത്തെ പറയട്ടെ, മുഖം. മുഖം എന്നുള്ള വാക്കിന്റെ പര്യായം എഴുതണം. മുഖം. മുഖം. എഡ്വിൻ എഴുതി. എഡ്വിൻ മുഖം. മുഖം നിന്നെ 3 ഗ്രേസ് ഒന്നും അറിയില്ലേ ഗ്രേസേ? ഇല്ല. എന്ത് പറ്റി ഗ്രേസേ? മിസ് എക്സാം നടത്തുന്ന പറഞ്ഞ ഞാൻ കേട്ടില്ല. ഞാൻ അന്നില്ലായിരുന്നു ക്ലാസ്സില്. ഞാൻ എത്ര ദിവസം പറഞ്ഞു? ഒരു ദിവസം ഒന്നും. അടുത്ത ക്ലാസ്സിൽ പഠിക്കണേ. ഒന്നും അറിയില്ലേ? ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ടെക്സ്റ്റ് നോട്ട്ബുക്കും ഉണ്ടോ കയ്യില്? പഠിക്കായിരുന്നല്ലോ. അന്നേ എഴുതന്നെയല്ലേ? പക്ഷെ മിസ് പറഞ്ഞ ദിവസം ഞാൻ ക്ലാസ് കയറിയില്ലായിരുന്നു. മിസ് അടുത്തത് അടുത്ത പറയട്ടെ. മുഖം. മുഖം എഴുതിയോ? മുഖം എഴുതിയല്ലേ? മുഖം എന്നില്ലേ പര്യായം. ഓക്കെ, മുഖം എഴുതിയോ? അത് കഴിഞ്ഞാല് പൈതം. പൈതം. ഇവിടെ എക്സാം ആണ് ഷഹബാസേ. ഷിസ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അർത്ഥം എഴുതുക ഞാൻ പറഞ്ഞു. 6 എണ്ണം പറഞ്ഞു. നിങ്ങള് ടൈം തന്നെ കേറാൻ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ലല്ലോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ അർത്ഥം എഴുതുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ദുഗ്ധം ആണ്. എഴുതിക്കോ. ദുഗ്ധം. അർത്ഥം എഴുതുകയില് ദുഗ്ധം. രണ്ടാമത്തത് ഹൃദ്യം. 3 ശീകരം. 4 എഴുതിയോ? എഴുതുന്നുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. ആൻസർ മാത്രം എഴുതിയാ മതിയാ? ആൻസർ മാത്രം എഴുതിയാ മതി. ആദ്യത്തെ ദുഗ്ധം നിലന്റെ അർത്ഥം എഴുതണം. രണ്ടാമത്തത് ഹൃത്ത് അല്ല, രണ്ടാമത് ഹൃദ്യം. ഹൃദ്യം നിലന്റെ അർത്ഥം എഴുതണം. മൂന്നാമത് ശീകരം. ആരും നോക്കി എഴുതണ്ട. ശീകരം. മിസ് അവിടെയാണല്ലോ, അതുകൊണ്ട് നോക്കി എഴുതാന്നൊന്നും ആരും വിചാരിക്കണ്ട. എനക്ക് മനസ്സിലാവുന്നുണ്ട് നോക്കുന്ന ആളെ ട്ടോ. എഡ്വിൻ, ഷഹബാസ് എഴുതിയോ? ഏതൊക്കെ? ആദ്യം ഞാൻ പറഞ്ഞത് എന്താ? ദുഗ്ധം. രണ്ടാമത് ഹൃദ്യം. 3 ശീകരം. 3 ശീകരം. 4 താര്. എഴുതിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഷഹബാസിനും ഷിസക്കും വേണ്ടിയാ ഇപ്പൊ പറയുന്നത്. ഗ്രേസിനും എഴുതാ. ഗ്രേസേ വീഡിയോ ഓൺ ചെയ്തേ മോളെ. ഗ്രേസ്. മിസ്സേ മൂന്നാമത്തത് ശീകരം. മറ്റു കുട്ടികൾ വെയിറ്റ് ചെയ്യണം. വേഗം എഴുതിയേ. ശീകരം. ഷഹബാസേ എഴുതിയേ. എങ്ങോട്ടും നോക്കണ്ട. എഴുതിയേ. എഴുതിയോ? ശീകരം. ഗ്രേസ് എഴുതുന്നുണ്ടോ മോളെ? എഴുതിയേ. ഒരു റഫ് ബുക്ക് എടുത്തിട്ട്. മിസ് 4.
4 താര്. കഴിഞ്ഞോ? ഇനി ധാത്രി. താര് കഴിഞ്ഞിട്ട് ധാത്രി. വേഗം എഴുതിയേ. ധാത്രി കഴിഞ്ഞ ഹൃത്ത്. അങ്ങനെ 6 എണ്ണാണ് ഞാൻ പറഞ്ഞത്. എഴുതിയോ? അത് കഴിഞ്ഞിട്ട് പര്യായ പദം എഴുതുക. പര്യായ പദം മുഖം. പര്യായ പദം മുഖം. മുഖത്തിന്റെ പര്യായ പദം എന്താണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് പൈതം. പൈതം എഴുതിയോ? ലക്ഷ്മിപ്രിയല്ല എഴുതി കഴിഞ്ഞു അല്ലേ? ഹന്ന എഴുതി, ലക്ഷ്മി എഴുതി, ജോസി എഴുതി, മുഹമ്മദ് റിഹാൻ എഴുതിയോ മോനെ? സായി കൃഷ്ണ എഴുതി, മുഹമ്മദ് കെ, എഡ്വിൻ കഴിഞ്ഞോ? അപ്പൊ മുഖം പൈതം അല്ലെ? 2 എണ്ണം നമ്മൾ പര്യായ പദം. അപ്പൊ 6 × 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. നെക്സ്റ്റ് ഒരു പൂരിപ്പിക്കുക. പൂരിപ്പിക്കലില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പ്ലസ് അക്ഷരം എന്താണ് പൂരിപ്പിക്കുമ്പോ ആവുക? ചേർത്ത് എഴുതുമ്പോ അത് എഴുതണം. എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാം. 2 പ്ലസ് അക്ഷരം എന്തെഴുതണം? അത് എഴുതിക്കോ. അപ്പൊ 8 1 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. എഴുതിയോ? 2 പ്ലസ് അക്ഷരം അതിന്റെ ചേർത്ത് എഴുതണം. എന്തേ മുഹമ്മദേ? മുഹമ്മദ് പ്ലീസ് അൺമ്യൂട്ട്. മുഹമ്മദ് കെ. മിസ് എനിക്ക് മുഖം തൊട്ട് മുഖം വരെ കിട്ടിയിട്ടു, ബാക്കിയൊന്നും കിട്ടിയിട്ട. മുഖം കഴിഞ്ഞിട്ട് പൈതം. പര്യായ പദം എഴുതാൻ പൈതം. അപ്പൊ ചോദിക്കുമല്ലേ വേണ്ട? കരയാണോ വേണ്ടത്? വീഡിയോ ഓൺ ചെയ്തേ. പൈതം. പൈത എഴുതിയോ? ഓക്കെ. പൈതം പര്യായ പദം എഴുതാനാണ് പൈതം. മുഖവും പൈതും 2 എണ്ണം. ഓക്കെ കഴിഞ്ഞോ? എന്തേ ഹന്ന? ഓക്കെ എഴുതിയില്ലേ? നെക്സ്റ്റ് വരുന്നത് പൂരിപ്പിക്കുകയാണ്. പൂരിപ്പിക്കുകയില് 2 പ്ലസ് അക്ഷരമാണ് എന്താണ് വരുന്നത് എഴുതണം. അത് ചേർത്ത് എഴുതുമ്പോ എന്ത് വരുന്ന എഴുതാം. 2 പ്ലസ് അക്ഷരം. അപ്പൊ അടുത്ത പറയട്ടെ. ഇനി നാനാർത്ഥം എഴുതുകയാണ്. നാനാർത്ഥം. നാനാർത്ഥം എഴുതാൻ ചിത്തം. ചിത്തം നിലനിൽക്ക് നാനാർത്ഥം എഴുതണം. നാനാർത്ഥം പല അർത്ഥങ്ങൾ എഴുതുന്നത്. നാനാർത്ഥം എഴുതുക. ചിത്തം. ചിത്തം ജോസി എഴുതിയ മോളെ? കഴിഞ്ഞോ? ചിത്തം. അതുൽ എന്തായി? അതുൽ ചിത്തം. എഡ്വിൻ എഴുതിയ മോനെ? ചിത്തം. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ 9 1 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. 10 2 ക്വസ്റ്റ്യൻസ് കൊടുത്തരാ അല്ലെ? ഒന്നുകൂടി എന്തെങ്കിലും പറയായിരുന്നു. ഇപ്പൊ 2 നേരം 1 ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഉത്തരം എഴുതുകയാണ്. നാനാർത്ഥം എഴുതി കഴിഞ്ഞാൽ ഉത്തരം എഴുതുകയാണ്. ഉത്തരം എഴുതുകയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാതൃഭാഷയുടെ മഹത്വം
കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ഉത്തരം എഴുതുകയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ഒന്ന് നമ്പർ ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതുക, അതിന് താഴെ ഒന്ന് എഴുതുക. ജോസി പഠിച്ചിട്ടേ ജോസി പ്ലീസ് അൺമ്യൂട്ട് ജോസി. പഠിച്ചിട്ടില്ലേ ഇത്രയും ദിവസമായിട്ട്? ഞാൻ എത്ര ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്? പഠിച്ചില്ല? എന്ത് പറ്റി ജോസിക്ക്? കൊറേ ദിവസമായില്ലേ മിസ് പറയാൻ തുടങ്ങിയിട്ട് എക്സാം ഉണ്ട് എന്ന്? എന്താ ജോസി ടൈം ഉണ്ടായില്ലേ? ഇല്ലേ? എന്തായിരുന്നു പണി? എക്സാമിന്റെ കാര്യം ഞാൻ ഓർത്തില്ല. എന്തായിരുന്നു ഇത്രയും ഓർക്കാനുണ്ടായിരുന്നത്? അപ്പൊ മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ഷഹബാസും ഷിസിയും പഠിച്ചില്ലേ? എന്താ എഴുതാത്തെ? ഞാൻ നോക്കട്ടെ, എല്ലാരെയും റിസൾട്ട് കാണുമല്ലോ. മുഹമ്മദ് എന്തായി കഴിഞ്ഞോ? മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? എഴുതിയോ മുഹമ്മദ്? എഴുതിയോ മോനെ? രണ്ടാളും വെറുതെ ഇരിക്കാണോ? പേനയും കടിച്ചോണ്ടിരിക്കുകയാണ് രണ്ടുപേരും. വേഗം എഴുതിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? എഴുത്. ഒന്നാമത്തെ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്ന് തമ്പിട്ട് തന്നെ. ഓക്കെ, സായി എഴുതിയോ മോനെ? ലക്ഷ്മി പ്രിയ, മുഹമ്മദ് റിഹാൻ എന്തായി? ഓക്കെ, മുഹമ്മദ് കെ എഴുതിയോ? ഓക്കെ, ലക്ഷ്മി പ്രിയ. എന്തേ അക്മയ ഒന്നും പഠിച്ചിട്ടില്ലേ? അക്മയ അതിൽ കഴിഞ്ഞ മോനെ? എഡ്വിൻ. ഓക്കെ, അതിലിന് കഴിഞ്ഞു. എഡ്വിൻ എന്തേ മോനെ? കഴിഞ്ഞോ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. ഒരു ക്വസ്റ്റ്യനും കൂടെ മതിയല്ലേ നമുക്ക്? ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ടോട്ടല്. അപ്പോ 2.5 മാർക്ക് തരാം ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് അല്ലേ? അപ്പൊ ഒന്നും കൂടെ മതിയോ? ടൈം ഉണ്ടെങ്കിൽ നോക്കാല്ലേ നമുക്കൊന്നുകൂടി. അടുത്ത ചോദ്യം, നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? എന്തേ ആത്മയ എഴുതാണ്ടിരിക്കുന്നേ? ഇത് ഇമ്പോസിഷൻ ഞാൻ തരും, പഠിച്ചില്ലേ? നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? ഷഹബാസ് ആൻഡ് ഷിസ വേഗം എഴുതിയേ.
നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? ഷഹബാസും ഷിസിയും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങൾ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേ? പ്ലീസ് അൺമ്യൂട്ട്. എഴുതി കഴിഞ്ഞോ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഷഹബാസേ എഴുതി കഴിഞ്ഞോ? അമ്മ തന്നെ പകർന്നു വരുമ്പോൾ എന്നും ഇവര് വായിക്കുന്നേ ഇല്ല, തീരെ വായിക്കുന്നില്ല അല്ലെ ഇവര്? ഇല്ല. ഇപ്പൊ എത്ര പരീക്ഷ ഉണ്ടെന്ന് ഇപ്പൊ തുറന്നേരപ്പോ തന്നെ അറിയുന്നു, അതുവരെ അറിയില്ല. അതെ ഷഹബാസേ, മിസ് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ടെന്ന്? കളിച്ചെടുക്കുന്ന പോരെങ്കിൽ മെസ്സേജ് വിട്ടിന്. അൺമ്യൂട്ട് ചെയ്ത മോനെ. ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സാം ഉണ്ടെന്ന്. ഓക്കെ, മുഹമ്മദ് റിഹാൻ കഴിഞ്ഞു. ഓക്കെ, ഷഹാന ഷെറി വരുന്നുണ്ട്. മുഹമ്മദ് എന്തായി? കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്ന് തമ്പിട്ട് ചെയ്താ. ജോസി എല്ലാം ഇട്ടിട്ടുണ്ട്. ജോസ്, ഹന്ന, മുഹമ്മദ് കെ ഇട്ടു, സായി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കംപ്ലീറ്റ് ആയി അവർക്ക്. ഓക്കെ, എഡ്ബിനായി. ഓക്കെ, മുഹമ്മദ് റിഹാനിയായി അല്ലേ? ഓക്കെ, ഷഹാന. ഓക്കെ ഷഹാന, അപ്പൊ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു അല്ലെ? ടോട്ടല് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 6 അർത്ഥം എഴുതുക 6 എണ്ണം ഉണ്ട്. അതിന് എത്ര മാർക്കാ നമ്മള് പറഞ്ഞേ? 6 എണ്ണല്ല, 8 എണ്ണ. നോക്കട്ടെ, 1 2 3 4 5 6 എണ്ണം അല്ലെ? അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പൈതം മുഖം അല്ലെ? മുഖവും പൈതും ഉണ്ടായിരുന്നു, പര്യായപദം. 2 മാർക്കായി അവിടെ. അപ്പൊ 5 ആയി. അത് കഴിഞ്ഞ് നാനാർത്ഥം എഴുതാനുണ്ടായിരുന്നു, അതിന് 1 മാർക്കായി. ഇത്രയും 5ഉം 1 6, 6ഉം 1 7. പിന്നെ എവിടെയോ 1 മാർക്ക്. അപ്പൊ 1 ക്വസ്റ്റ്യനും കൂടെ വരാം അല്ലേ? അല്ലേ? ഇപ്പൊ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആയി സായി കൃഷ്ണ? ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആയിട്ട് മിസ്സേ. ക്വസ്റ്റ്യൻസിന് 2 എണ്ണായി. അർത്ഥം എത്ര എണ്ണം? 6 എണ്ണം അല്ലേ അർത്ഥം? അല്ലേ മുഹമ്മദ്? ഓക്കെ, 6 അർത്ഥം ഉണ്ട് മിസ്സേ. മിസ്സേ, മിസ്സിന്റെ വാട്സ്ആപ്പ് നമ്പർ എത്രയാണ്? 97 എഴുതി വെച്ചോ. അതിന്റെ ഇടയിൽ 9744 70 69 94 94 97 44 70 69 94. ഓക്കെ, എന്തേ എഡ്വിനെ? ഒന്നുമില്ലേ? ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ എത്ര പര്യായപദം പറഞ്ഞു? 2 എണ്ണല്ലേ അല്ലേ മുഹമ്മദ്? പ്ലീസ് അൺമ്യൂട്ട്. 2 പര്യായപദം പറഞ്ഞു അല്ലേ? ഓക്കെ, മുഖവും പൈതും അല്ലേ? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? 2 അക്ഷരം എന്നില്ല 1 ഇത് പറഞ്ഞു, പിന്നെ 1 പറഞ്ഞു. ഏത്? നാനാർത്ഥം അല്ലേ? ഓക്കെ, അപ്പൊ എന്താ എത്ര എണ്ണായി? ഇവിടെ 6 എണ്ണത്തിന് 3 മാർക്ക് കിട്ടണ്ടു. ഇവിടെ ഇതിന് 2 മാർക്ക് തരാം.
5 മാർക്കായി. 5 ഇവിടെ 1 6 1 7 7 2 9 2 11 മാർക്കിന്റെ 11 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? മതിയല്ലേ? 12 മതി അല്ലേ? അല്ലേ മുഹമ്മദേ? മതിയില്ലേ? ഓക്കെ, മതിയല്ലേ? 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ടോട്ടല് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എഡ്വിനെ എന്തെങ്കിലും പറയാനൊക്കെ അഞ്ചുട്ടി? മിസ്സേ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ തരുമോ? എന്നും വേണോ ക്വസ്റ്റ്യൻ? എല്ലാരും റെഡിയാണോ? 12 ക്വസ്റ്റ്യൻസ്. ഹന്ന റോസ് മിസ്സിന്റെ നമ്പർ തരുമോ? ഹന്ന നമ്പർ കിട്ടിയില്ലേ മോളെ? എന്റെ നമ്പർ കിട്ടിയില്ലേ ഇപ്പോ? 97 എഴുതിക്കോ. 9744706994. ഓക്കെ, ഈ എക്സാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ പാട് സെൻഡ് ചെയ്യണേ. ഓക്കെ, മതി, നമുക്ക് ഇത്ര മതി ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ടൈം ഏകദേശം നമ്മളെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ മതി. ഇത് ഒന്നുകൂടി എക്സാം ഇടേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കുറെ കുട്ടികൾ ആബ്സെന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക്? കുറച്ച് കുട്ടികൾ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, എഴുതാത്തവരുണ്ട്. മിസ് ഇവിടെയാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ എഴുതി ഇപ്പൊ എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ടോട്ടൽ മാർക്ക് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ എല്ലാവരും നല്ലപോലെ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്യണം. ഓക്കെ, മുഹമ്മദ് ഷാഹിദേ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. Why are you late? എവിടെ പോയി? അൺമ്യൂട്ട് ചെയ്. കിട്ടുന്നുണ്ടായില്ല, നമ്മളെ എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ പറയണമെങ്കിൽ ടൈം ഇല്ല, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇടേണ്ടി വരും. ഒന്ന് വൈകുന്നേരം ഒന്ന് ക്ലാസ് ഒന്ന് കേട്ട് നോക്കണേ, ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ എല്ലാരും മിസ്സിന്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരണം. നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് എന്താന്ന് വെച്ചാല്, നമ്മൾ അക്ഷരദീപം ബുക്ക്, നിങ്ങൾക്ക് അക്ഷരദീപം ബുക്ക് ഇല്ലല്ലോ അല്ലെ? ഇല്ല, 5ാം ക്ലാസ്സിൽ. അപ്പൊ നമ്മളെ ഹോംവർക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ രണ്ടാമത്തെ പാഠത്തിന്റെ എന്താണ്, രണ്ടാമത്തെ പാഠത്തിന്റെ, അതായത് പാഠം 2 എന്ന് എഴുതി. എന്താ നമ്മളെ പാഠത്തിന്റെ പേര് അറിയാലോ? ശ്രീബുദ്ധനും മാൻകിടാവും. പാഠം 2 ശ്രീബുദ്ധനും മാൻകിടാവും എഴുതിയിട്ട് അതിന്റെ അർത്ഥം എഴുതുക എന്ന് എഴുതിയിട്ട് അടിയിൽ വരച്ചിട്ട് താഴെ എഴുതണമെന്ന്. അർത്ഥം എഴുതണം. ഇതിലുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നത്. അതായത് എവിടം വരെ എഴുതണം നിങ്ങള്? ഈ ചേർത്ത് എഴുതുക എന്ന് വരെ ഉണ്ട്, അതുവരെ മാത്രം ചേർത്ത് അവിടെ ചെറുങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ചേർത്ത് എഴുതുക എന്നുള്ള ഇടം വരെ അതിൽ ആൻസർ ഉണ്ട് ഓൾറെഡി. അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. എന്നിട്ട് മിസ്സിന് അത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താലും മതി. ഓക്കെ, സെൻഡ് ചെയ്യണം. ഇന്ന് തന്നെ എഴുതിയെടുത്ത് സെൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ആൻസറും വാക്യത്തിൽ പ്രയോഗിക്കേണ്ടതും ഒക്കെ മിസ് എഴുതിയിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് ഇന്നത്തെ അതാണ്. അർത്ഥം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ. മിസ് പര്യായപദത്തിന്റെ അർത്ഥം മാർക്ക് എത്രയാണെന്ന് പറഞ്ഞേ? പര്യായപദത്തിന് 1 മാർക്ക്. അപ്പൊ 2 2 മാർക്ക്. അത് കുറച്ച് അധികം എഴുതാനില്ലേ, അതുകൊണ്ട് 1 മാർക്ക്. നാനാർത്ഥത്തിന് 1 മാർക്ക്. എങ്ങനെ വന്നു? അർത്ഥത്തിന് നമുക്ക് ടോട്ടല് 6 ആണ്, അതിന് 3 മാർക്ക്. പര്യായപദത്തിന് 2 മാർക്ക്. നാനാർത്ഥത്തിന് 1 മാർക്ക്. നെക്സ്റ്റ് 2 അക്ഷരം 2 അതില്ലേ, സോറി, അപ്പൊ അതിന് 1 മാർക്ക്. നെക്സ്റ്റ് ഏതാ? 2 ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്, അതിന് 2.5 മാർക്ക് വെച്ച് അങ്ങനെയാണ് കൂട്ടിയത്. ഓക്കെ, അപ്പൊ 2 2 എത്രയായി? 5 ആയില്ലേ? ഓക്കെ, ബാക്കി 3
2 5 6 6 1 7 7 5 ടോട്ടല് 12. ഓക്കെ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളെ ക്ലാസ് ടൈം കഴിഞ്ഞു. ഓക്കെ എല്ലാവരോടും ബൈ. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാനുള്ളത് ചെയ്യണം, എന്നിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ ബൈ, സി യു. ഷാഹിദേ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാം ഇടാം കേട്ടോ. ഓക്കെ നോക്കട്ടെ എല്ലാരും മാർക്ക് എങ്ങനെയുണ്ട്. ബൈ. അശ്വിനി ഒരു പെൻഡ്രൈവ്